Hi students, welcome to class Aura. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ടൈപ്പ് 6 പ്രോബ്ലം ആണ് ചെയ്യാൻ പോകുന്നത്. ടൈപ്പ് 6. അപ്പോൾ ടൈപ്പ് 1 2 3 ഒക്കെ വീഡിയോ നിങ്ങൾ കാണണം കേട്ടോ. ഓരോരോ ടൈപ്പുകൾ നമ്മൾ കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 6നകത്ത് ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ ഫോർമുല? എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് ഇ ആണ്. ഈ ഒരു ഫോർമുല വെച്ച് എങ്ങനെ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നോക്കാം, ഇന്റഗ്രൽ ലോഗ് എക്സ് ദ ഹോൾ റൈസ് ടു എം ബൈ എക്സ് ഇൻറ്റു ഡി എക്സ് ആണ്. ഇവിടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ നമ്മൾ ഇതിനു മുമ്പുള്ള പ്രോബ്ലം എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അതിനകത്ത് ഏതിൻ്റെ ഡെറിവേറ്റീവ് വന്ന് കണ്ടുപിടിക്കണം അല്ലേ? ഇവിടെ അതിന് എളുപ്പമാർഗം എന്താണ്? ഇവിടെ നമുക്കൊരു ക്വസ്റ്റിനകത്ത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിൽ കൊടുക്കുന്നതിനായിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ടേ. അപ്പോൾ ഇവിടെ ഏതാണ് ബ്രാക്കറ്റിൽ കിടക്കുന്നത്? ലോഗ് എക്സ് ആണ്. അപ്പൊ ടി ഈക്വൽ ടു ഏത് കൊടുത്തു? ലോഗ് എക്സ് എന്ന് കൊടുത്തു. ടി ലോഗ് എക്സ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താ? ഡി ടി ഈക്വൽ ടു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ഇൻറ്റു ഡി ടി ബൈ ഡി എക്സിന്റെ എവിടെ പോകുന്ന നമ്മൾ പഠിച്ചേക്കണം? ഇൻറ്റു ഡി എക്സ് വരും. അതായത് ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് ആണ്. നമ്മൾ ഒറ്റയടിക്ക് ആ ഡി എക്സിനെയും കൂടെ ആ എക്സിന്റെ അടുത്തേക്ക് എപ്പോഴും എഴുതി പഠിച്ചാൽ മതി. അതാ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക, ഡി എക്സിനും ബൈ എക്സിനും പകരം നമ്മൾ എന്ത് കൊടുത്തു? നമുക്ക് കിട്ടിയേക്കണ ഡി ടി കൊടുത്തു. അപ്പൊ ഡി ടി അങ്ങനെ തന്നെ എഴുതി. ഇന്റഗ്രൽ നമ്മൾ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? ഈ ലോഗ് എക്സിനാണ് കൊടുത്തത്. അപ്പൊ ഈ ലോഗ് എക്സിന്റെ സ്ഥാനത്ത് ടി കൊടുത്തു. ഓൾറെഡി അതിന്റെ പവർ എന്ത് കിടപ്പുണ്ട്? എം ഉണ്ട്. ഒന്നുകൂടി പറയാം, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിൽ കൊടുക്കുന്നതിനായിരിക്കും എപ്പോഴും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. ഇവിടെ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഏതാണ്? ലോഗ് എക്സ് ആണ്. ആ ടി ഈക്വൽ ടു എന്തിനു കൊടുത്തു? ലോഗ് എക്സ് എന്ന് കൊടുത്തു. അപ്പൊ ഡി ടി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു സ്റ്റെപ്പോടെ വേണമെങ്കിൽ എഴുതാം. ഡി ടി ബൈ ഡി എക്സ് ഇവിടെ എഴുതാം. അതിന്റെ ആവശ്യമില്ല, ഒറ്റയടിക്ക് നമുക്ക് എഴുതുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ഡി ടി ഈക്വൽ ടു 1 ബൈ എക്സ്. ഈ ഡി എക്സ് നമ്മൾ നേരെ അപ്പുറത്തേക്ക് കൊടുത്തു. ഇനി നമ്മുടെ ക്വസ്റ്റിനകത്ത് ഡി എക്സിനും ബൈ എക്സിനും പകരം ഡി ടി. നമ്മൾ എന്തിനാണ് ടി കൊടുത്തത്? ലോഗ് എക്സിനാണ്. അപ്പൊ ടി അവിടെ കൊടുത്തു. ഇനി നമുക്കറിയാം എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്നാ? എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ആണ്. അപ്പൊ എന്ത് വരും? ടി റൈസ് ടു എം പ്ലസ് 1 ബൈ എം പ്ലസ് 1 പ്ലസ് ഇ ആണ്. ഇനി ഈ ടിക്ക് എന്ത് കൊടുക്കണം? നമ്മൾ എന്താണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് അത് തിരിച്ച് റിവേഴ്സ് കൊടുക്കണം. അപ്പൊ ലോഗ് എക്സ് വരും. ലോഗ് എക്സ് ഹോൾ റൈസ് ടു എം പ്ലസ് 1 ഡിവൈഡഡ് ബൈ എം പ്ലസ് 1 പ്ലസ് ഇ വരും. ആൻസർ ആയി കഴിഞ്ഞു. Then next example നോക്കാം, ഇന്റഗ്രൽ tan ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. നമുക്കിവിടെ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഏതാ മക്കളെ? tan ഇൻവേഴ്സ് എക്സ് ആണ് അല്ലേ? കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ അപ്പം കൊടുത്തോളുക ടി ഈക്വൽ ടു tan ഇൻവേഴ്സ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഡി ടി ഈക്വൽ ടു tan ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവിനകത്ത് ഒരു ഡൗട്ട് വരുമെന്ന് വെച്ചോ. അപ്പൊ നമ്മളിവിടെ നോക്കണം ഏതാ കിടക്കണമെന്ന് നോക്കണം. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഓർമ്മ കിട്ടും. കണ്ടോ? 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ? അപ്പൊ എന്താണ്? 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ആ ഡി എക്സ് എപ്പോഴും ഇവിടെയും കൊടുക്കുക, ഡി എക്സ് ആയി. അപ്പൊ നോക്കിക്കേ, ഈ ഡി എക്സിനും ഈ 1 പ്ലസ് എക്സ് സ്ക്വയറിനും പകരം എന്ത് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്? ഡി ടി കൊടുത്തു. ഇന്റഗ്രൽ ഏതിനാ നമ്മൾ ചെയ്യുന്ന കൊടുത്ത? tan ഇൻവേഴ്സ് എക്സിനാ. ആ ടി അവിടെ കൊടുത്തു, ടി സ്ക്വയർ. ഇനി നമ്മുടെ ഫോർമുല കൊടുക്കുക, ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്നാ? ടി ക്യൂബ് ബൈ 3 പ്ലസ് സി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ടിയുടെ സ്ഥാനത്ത് ഏത് കൊടുക്കണം? നമ്മുടെ ക്വസ്റ്റ്യൻ tan ഇൻവേഴ്സ് എക്സ് കൊടുക്കണം. അപ്പൊ എന്ത് വരും നോക്കിയേ? tan ഇൻവേഴ്സ് എക്സ് ദ ഹോൾ റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വരും, ഡിവൈഡഡ് ബൈ 3 വരും, പ്ലസ് ഇ വരും. നെക്സ്റ്റ് പ്രോബ്ലം, ഇന്റഗ്രൽ സൈൻ റൈസ് ടു 9x ഇൻറ്റു കോസ് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, പക്ഷെ പവർ വരുന്ന ഏത് നമ്പറിനാണ്? സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് വരും, കോസിന്റെ ഡെറിവേറ്റീവ് സൈനും വരും. പക്ഷെ ഇതിനകത്ത് ഏതിനാ പവർ വരുന്നത്? ഈ സൈൻ എക്സിനാണ് പവർ വരുന്നത്. അപ്പൊ അവിടെ ഏതിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ടേ? ടി ഈക്വൽ ടു നമ്മൾ എന്തിനു കൊടുക്കണം? സൈൻ എക്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ഡി ടി എന്ന് പറഞ്ഞ എന്താ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഇൻറ്റു ഡി എക്സ് വരും. അപ്പൊ ഈ ഇക്വേഷനകത്ത് ഈ കോസ് എക്സിനും ഡി എക്സിനും പകരം നമുക്ക് ഏത് കൊടുക്കാം? ഡി ടി കൊടുക്കാം. അപ്പൊ ഇന്റഗ്രൽ സൈൻ എക്സിന് പകരം എന്ത് കൊടുക്കണം? ടി കൊടുക്കും. അപ്പൊ ടി റൈസ് ടു 9 ഇൻറ്റു ഡി എക്സ് എന്ന് വരും. അപ്പൊ ഈ ഇക്വേഷനകത്തേക്ക് നമ്മൾ ഇന്റഗ്രൽ കൊടുക്കണം. ഇന്റഗ്രൽ കൊടുക്കുമ്പോൾ എന്താ? ടി റൈസ് ടു 10 ഡിവൈഡഡ് ബൈ 10 പ്ലസ് ഇ വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ടിക്ക് നമ്മൾ എന്താണോ കൊടുത്ത് അത് തിരിച്ചു കൊടുക്കണം. അപ്പൊ എന്ത് വരും? സൈൻ എക്സ് റൈസ് ടു 10 ഡിവൈഡഡ് ബൈ 10 പ്ലസ് ഇ വരും. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. നെക്സ്റ്റ് വൺ നോക്കുക, ഇന്റഗ്രൽ tan സ്ക്വയർ എക്സ്
സി സ്ക്വയർ എക്സ് ഡി എക്സ് ആണ്. ഇവിടെ രണ്ട് ഫംഗ്ഷന് സ്ക്വയർ ഉണ്ട്, ബ്രാക്കറ്റ് ഇല്ല. രണ്ട് ഫംഗ്ഷന് സ്ക്വയർ ഉണ്ട്. എന്നാൽ നമ്മൾ എന്ത് നോക്കണം? ഏതിന്റെ ഡെറിവേറ്റീവ് ആണ് നോക്കണം. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സി സ്ക്വയർ. തിരിച്ചു വരില്ലല്ലോ. അപ്പൊ ഏതിനായിരിക്കും കൊടുക്കേണ്ടത്? രണ്ടിനും സ്ക്വയർ ഉണ്ട്, പക്ഷെ ബ്രാക്കറ്റ് ഇല്ല. പക്ഷെ അങ്ങനെ വരുന്ന കേസുകളിൽ നമ്മൾ നോക്കണം ഏതിന് ടീന്ന് കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് ആണ് അവിടെ കിടക്കണം നോക്കണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സി സ്ക്വയർ എക്സ്. അപ്പൊ ടി ഈക്വൽ ടു ഏത് കൊടുക്കും? ടാൻ എക്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഡി ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ്. നമുക്ക് ഡൗട്ട് വന്നാൽ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്, അവിടെ നോക്കിയങ്ങ് എഴുതിക്കോളാം കേട്ടോ. അപ്പൊ സി സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് വരും. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? നമുക്ക് ഇന്റഗ്രൽ ഏതിനാ നമ്മൾ ടി കൊടുത്തേ? ടാൻ എക്സിന്. അപ്പൊ ടി സ്ക്വയർ ഈ സി സ്ക്വയർ എക്സിനും ഡി എക്സിനും പകരം ഡി ടി കൊടുത്തു. ടി സ്ക്വയറിന്റെ ഇന്റഗ്രൽ അല്ല, ടി ക്യൂബ് ബൈ 3 ആണ് പ്ലസ് സി. ഇനി ടിക്ക് പകരം ഏത് കൊടുത്തു? ടാൻ എക്സ് കൊടുക്കുക. അപ്പൊ ടാൻ എക്സ് ദ ഹോൾ റേസ് ടു 3 ഡിവൈഡഡ് ബൈ 3 പ്ലസ് സി ആയി. ഇവിടെ ആൻസർ ആയി. ഇതുപോലത്തെ എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. സൈൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ √1 - s² dx.